നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. മനസ്സുരുകി വിളിച്ചാൽ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ദേവതയാണല്ലോ വരാഹി ദേവി. കഠിനമായ അവസ്ഥയിൽ കൂടി കടന്നുപോയാലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ കൈവിടില്ല എന്നതാണ്. അത്യധികം കഷ്ടപ്പാടിൽ ജീവിക്കുന്നവർക്ക് ദിവസവും ജപിക്കേണ്ട വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു ഒറ്റവരി നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തിനിറങ്ങിയാലും എന്ത് ചെയ്യുന്നതിൻ്റെയും ആരംഭത്തിൽ ഈ മന്ത്രം ഉരുവിട്ടാൽ വിജയം ഉറപ്പാണ്. വരാഹി ദേവി എന്നാൽ ആഗ്രഹിക്കുന്നതെന്തും ഭക്തന് മാതൃരൂപേണ അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ്. ആ മഹാശക്തിയുള്ള നാമം ഇതാണ്: വജ്രഘോഷം വജ്രഘോഷം വജ്രഘോഷം. ആദ്യം തന്നെ പറയാം, ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് വജ്രഘോഷം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. വജ്രഘോഷം, കോശത്തിൻ്റെ കാറ്റ് എന്നുള്ള കായും ഷഷ്ടി എന്നുള്ള ഷായുമാണ്. അപ്പോൾ വജ്രഘോഷം. വജ്രഘോഷം എന്ന ഈ ഒരേ ഒരു വാക്കിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദേവി അത് നമ്മൾക്ക് നൽകുന്നതാണ്. കഷ്ടത അനുഭവിക്കുന്ന ആർക്കും ജപിക്കാം. തീർച്ചയായിട്ടും ദുരിതത്തിന് മോചനം കിട്ടുന്നതാണ്. കഷ്ടപ്പാടിന് അന്ത്യം വരുന്നതാണ്. പലതരത്തിലാണല്ലോ കഷ്ടപ്പാടുണ്ടാകുന്നത്. കടം കൊണ്ട് പുറത്തുമിട്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ, വരുമാനമില്ലാത്ത അവസരം, വീടില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, രോഗശാന്തിക്കായിട്ട്, അങ്ങനെ ഒരുപാട് പല രീതിക്ക് കഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. വരാഹി അമ്മയുടെ അത്ഭുത ശക്തിയുള്ള വജ്രഘോഷം എന്ന ഈ മന്ത്രം ചൊല്ലിയാൽ മതി, അമ്മ ഓടി വന്ന് സഹായിക്കുമെന്നാണ്. അത്രയ്ക്കും ദേവിക്ക് പ്രിയപ്പെട്ട ഒരു വാക്കാണ് വജ്രഘോഷം. നിരന്തരം ജപിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരും. എത്രയും പെട്ടെന്ന് തൻ്റെ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ച് അനുഗ്രഹം ചൊരിയും. അമ്മ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എത്രയും വേഗത്തിൽ നേടിക്കൊടുക്കുമെന്നാണ്. മാത്രമല്ല, വരാഹി അമ്മ മിന്നൽ വേഗത്തിൽ കഷ്ടപ്പെടുന്നവരുടെ കൈപിടിച്ചുയർത്തും എന്നാണ് ഈ അതിശക്തമായ മന്ത്രജപത്തിൻ്റെ സവിശേഷത. ഇനി വജ്രഘോഷം എന്നാൽ എന്താണ്? ദേവിയുടെ സിംഹവാഹനത്തെ വജ്രവാഹനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സിംഹാരൂഢ വരാഹി എന്നും വജ്രവരാഹി എന്നീ നാമങ്ങളിലും ദേവി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ദേവിക്ക് പ്രിയപ്പെട്ട സിംഹവാഹനത്തെയാണ് വജ്രഘോഷം എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. അതിനാലാണ് ദേവിക്ക് വജ്രഘോഷം ഏറ്റവും പ്രിയപ്പെട്ടതായത്. ദേവിക്ക് പ്രിയപ്പെട്ട ഈ നാമം ജപിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ദുരിതത്തെ മിന്നൽ വേഗത്തിൽ ദേവി മാറ്റിക്കൊടുത്ത് അനുഗ്രഹം ചൊരിയുന്നതാണ്. സങ്കടക്കടലിൽ നിൽക്കുമ്പോൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ, മുന്നിൽ ഒരു വഴി തെളിയാൻ ദേവിയെ ധ്യാനിച്ച് വജ്രഘോഷം എന്ന് ജപിച്ചോളൂ. പ്രതിസന്ധി തരണം ചെയ്യാനുള്ള വഴി നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. ഇപ്പോൾ വജ്രഘോഷം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വജ്രഘോഷം ആർക്കൊക്കെ ജപിക്കാം, എപ്പോൾ ജപിക്കാം എന്ന് നോക്കാം. വിഷമഘട്ടത്തിൽ എല്ലാം വജ്രഘോഷം ജപിക്കാവുന്നതാണ്. സമയം എന്നൊന്നില്ല, എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ജപിക്കാൻ പാടില്ല. ഒരു മന്ത്രവും നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ജപിക്കാൻ പാടില്ല. പകരം അത് പ്ലേ ചെയ്ത് ഓഡിയോ കേൾക്കാവുന്നതാണ് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത്. വജ്രഘോഷം എന്ന നാമം ജപിക്കുന്നിടത്ത് വരാഹി ദേവിയുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാകുമെന്നാണ്. അതിനാലെ തന്നെ വജ്രഘോഷം ജപിക്കുന്ന മനസ്സുകൾക്കുള്ളിൽ ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകും. വിഷമഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും മനസ്സൊരുകി ദേവിയെ വജ്രഘോഷം ചൊല്ലി വിളിക്കാവുന്നതാണ്. ദേവി കഷ്ടപ്പെടുന്ന മനസ്സുകളെ ശാന്തമാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏത് ദിവസം ജപിക്കണം അങ്ങനെയൊന്നൊന്നുമില്ല. അമാവാസ്യ, പൗർണമി, അഷ്ടമി, പഞ്ചമി എന്നീ തിഥികളിൽ ജപിച്ചു തുടങ്ങിയാൽ അത് അത്യുത്തമമാണ്. കാരണം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണിതൊക്കെ. കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനും പ്രത്യേകിച്ചൊരു കൗണ്ടൊന്നുമില്ല. എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലുക. 5, 7, 11, 21, 41, 108, 1008 എന്നിങ്ങനെ ജപിക്കാവുന്നതാണ്. എന്നാൽ 1008 തവണ ജപിക്കാൻ കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ഫലം ചെയ്യുന്നത്. ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പേപ്പറിൽ എഴുതുകയുമാവാം.
അതും ഇരട്ടി ഫലം തരുന്നതാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ആരംഭിക്കുമ്പോഴും വജ്രഘോഷം ജപിക്കുന്നത് വിജയത്തിൻ്റെ സൂചനയാണ്. തീർച്ചയായും വിജയം നമ്മുടെ ഭാഗത്ത് തന്നെ വന്നു ചേർന്നിരിക്കും. എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വന്നു ചേരും. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ജപിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ. സ്വയം മാറ്റം തിരിച്ചറിയുമ്പോഴല്ലേ അതിനൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ കിട്ടാത്ത ഒരു ആനന്ദവും ഉന്മേഷവും ഇതിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മുടെ കൂടെ ഒരു രക്ഷാകവചമായി അമ്മ ഉണ്ടെന്ന തോന്നൽ നമ്മൾക്കുള്ളിലുണ്ടാകുന്നതാണ്. ഈ ഒരു ജപത്തിലൂടെ ഈശ്വരാധീനം ഉണ്ടെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് ഒരിടത്തേക്ക് പോവുകയാണെങ്കിൽ സ്വസ്ഥമായിരുന്ന് 108 തവണ വജ്രഘോഷം എന്ന മന്ത്രം ജപിച്ചിട്ട് പോയാൽ ആ കാര്യം നടന്നിരിക്കും. വഴികളിലെ തടസ്സമെല്ലാം നീങ്ങി ആഗ്രഹസാഫല്യമുണ്ടാകും. മനസ്സിൽ ശക്തമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വജ്രഘോഷം എന്നത് 48 തവണ എഴുതി നാമപുസ്തകത്തിൽ വയ്ക്കാവുന്നതാണ്. ഒരു മാജിക് പോലെ ആ ആഗ്രഹം നടന്നിരിക്കും. ഇനി പീരീഡ്സ് ടൈമിൽ ജപിക്കാമോ എന്ന് കേട്ടാൽ തീർച്ചയായും ജപിക്കാം. കാരണം പ്രശ്നം വരുന്നത് എപ്പോൾ എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടല്ലല്ലോ വരുന്നത്. അതിനാൽ ജപിക്കാവുന്നതാണ്. സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മന്ത്രമാണ് വജ്രഘോഷം. നമ്മളെക്കൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്നില്ല ആ പ്രശ്നം. അങ്ങനെയെങ്കിൽ വജ്രഘോഷം എന്ന മന്ത്രം ചൊല്ലി നമ്മൾക്ക് സഹായം അമ്മയോട് ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരുന്നതാണ്. പിന്നെ വേറൊന്ന്, ആഗ്രഹം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ എന്നുള്ളത് ജെന്യുവിനായിരിക്കണം. അമ്മയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ആഗ്രഹമുണ്ടെങ്കിൽ ജെന്യുവിനായി അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചാൽ അത് അമ്മ നടത്തി തന്നിരിക്കും. ശത്രുക്കളുടെ ബുദ്ധിമുട്ടിനാൽ സഹികെടുമ്പോഴും മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴും വജ്രഘോഷം എന്ന ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. തീരെ സഹികെടുന്ന സിറ്റുവേഷൻ എന്നാൽ ജോലിസ്ഥലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റിനായിട്ട് ഒരു ശത്രു നമ്മളെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനിലും എന്താണോ അത് ജെന്യുവിനാണെങ്കിൽ കൃത്യമായും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അമ്മ കൂടെ തന്നെ ഉണ്ടാകും. അതിനുവേണ്ട പോം വഴി അമ്മ തന്നെ റെഡിയാക്കി തരുന്നതാണ്. വരാഹി ദേവിയുടെ സിംഹവാഹനമാണല്ലോ വജ്രഘോഷം എന്നത്. ആപത്ഘട്ടത്തിൽ ഉച്ചരിക്കുന്നത് വഴി സിംഹം എത്ര ഫാസ്റ്റായിട്ടാണോ വരുന്നത് അതുപോലെ ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ആക്കി തരും എന്നാണ്. വജ്രഘോഷം എന്ന ഈ മന്ത്രം ബ്രഹ്മമുഹൂർത്തത്തിലും രാത്രി 7 മണിക്ക് മേലെ 11 മണി വരെയുള്ള സമയത്തും ചൊല്ലുന്നതും വളരെ നല്ലതാണ്. കാരണം അമ്മയ്ക്ക് ഇരുട്ടും തോറുമാണ് ശക്തി കൂടുന്നതെന്ന് അറിയാവുന്നതല്ലേ. പിന്നെ വേറൊന്ന്, ഒരിക്കലും വജ്രഘോഷം എന്ന ഈ മന്ത്രം മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്താൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതിനാൽ അമ്മ ശിക്ഷ തരുന്നതാണ്. അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഓം വജ്രഘോഷം, ഓം വജ്രഘോഷം, ഓം വജ്രഘോഷം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.